സർക്കാരിൻ്റെ സമീപനം, ദുരന്തബാധിതരായ ആളുകളോട് സർക്കാർ കാണിച്ച സമീപനം, ആ സമീപനത്തിൻ്റെ വിലയിരുത്തൽ നടത്തേണ്ട നിയോജകമണ്ഡലം കൽപ്പറ്റയാണ്. ആ കൽപ്പറ്റ അതിൻ്റെ വിലയിരുത്തൽ നടത്തും, തർക്കം വേണ്ട. കൽപ്പറ്റ അതിൻ്റെ വിലയിരുത്തൽ നടത്തും. ഒന്ന്, ദുരന്തബാധിതരുടെ കടം സമ്പൂർണ്ണമായി എഴുതി തള്ളിയോ, ഇവരുടെ വാടകയും ഇവരുടെ ഭക്ഷണ കിറ്റും കൃത്യതയോടുകൂടി കൊടുക്കാൻ സാധിക്കാത്തതായ ഒരു സർക്കാരാണ് ഈ സർക്കാർ. എത്ര ഉദാഹരണങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു കുട്ടിയുടെ പഠനം ഈ സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. MLA എന്ന രീതിയിൽ ഞാനാണ് അത് ഏറ്റെടുത്തത്. 1 സെൻറ്റ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൃഷിഭൂമി പുനഃക്രമീകരിച്ച് ദുരന്തബാധിതരായ ആളുകൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കും. 1 സെൻറ്റ് ഭൂമി അവർ പുനഃക്രമീകരിച്ചു. ദുരന്തബാധിതരായ ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന ആളുകളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തത് എത്ര മാസങ്ങൾക്ക് ശേഷമാണ്? ഇപ്പോഴും ഒരു വീട്ടിലെങ്കിലും താമസം തുടങ്ങിയിട്ടുണ്ടോ? ഒരു വീട്ടിൽ താമസം തുടങ്ങി സർക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. PR വർക്കല്ല ജനം. PR വർക്കിൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകളല്ല ജനം. അവരവരുടെ ജീവിതത്തിൻ്റെ കനത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി എഴുതുന്നവരാണ്. ആ വിധി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഏറ്റവും പ്രധാനമായി ഈ സർക്കാരിൻ്റെ, അതായത് നമ്മൾ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം സർക്കാർ ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് ആളുകൾ, പടവെട്ടിക്കുന്ന്, അട്ടപ്പാടി, മുണ്ടക്കൈ പാടിയിലൊക്കെ ഇപ്പോഴും ലിസ്റ്റിന് പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ആളുകളെയൊക്കെ സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതുമാത്രമല്ല, ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നിരവധി പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്ത് സമാധാനപരമായി അവർക്ക് ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ദുരന്തം വരുന്ന സമയത്ത് ദുരന്തത്തിൻ്റെ പിറകെ ഓടുന്ന ഒരു സമൂഹമാണ് നമ്മൾ. മുണ്ടക്കൈ ചുരൽമല, പുത്തുമല, അതിന് മുമ്പേ മുണ്ടക്കൈ ഭാഗത്ത് മുമ്പേ ഉണ്ടായിരിക്കുന്ന ദുരന്തം, കുറിച്യർമല ദുരന്തങ്ങൾ ഓരോ സമയത്തുണ്ടാവുകയാണ്. സ്ലിഡിങ് ഒരുപാട് ഇടങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ ദുരന്തം ഉണ്ടായതിന് ശേഷം ഓടേണ്ടതായിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. മുൻകൂട്ടി ഒരു അറിയിപ്പ് കൊടുക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന സർക്കാരിനോ സാധിക്കാത്തതായ സാഹചര്യം വന്നു. അതിന് എന്ത് വേണം? അതിന് സമ്പൂർണ്ണമായിട്ടുള്ള ക്ലൈമറ്റ് സംബന്ധിച്ച സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകാനും ജനങ്ങളെ ഡിസാസ്റ്റർ ലിറ്ററസി പഠിപ്പിക്കാനുമുള്ള നടപടി ഉണ്ടാവണം. ഈ നടപടി വളരെ കാര്യക്ഷമതയോടുകൂടി UDF ഏറ്റെടുക്കും. ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കാത്തതാണ്. UDF ഏറ്റെടുക്കും. അതുകൊണ്ട് ദുരന്ത നിവാരണം നടന്നതായിരിക്കുന്ന ദുരന്തത്തിനൊപ്പം പുത്തുമല ദുരന്തം നടന്നു. ഞാൻ എത്ര തവണ ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് പറഞ്ഞു, മുഖ്യമന്ത്രി ഉൾപ്പെട്ട മീറ്റിങ്ങിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ മുമ്പിൽ നിരവധി തവണ ഞാൻ പറഞ്ഞു, മീറ്റിംഗ് വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം, അവിടെ ചോർച്ചയാണ്. നിരവധി തവണ പറഞ്ഞു. ഞാൻ DDC മീറ്റിങ്ങിൽ പറഞ്ഞു. എത്ര മീറ്റിങ്ങിൽ പറഞ്ഞു, എത്ര കത്ത് കൊടുത്തു. UDF അധികാരത്തിൽ വന്നാൽ ആ പ്രശ്നവും തീർക്കും. അതായത് ഇപ്പോൾ ഈ ലിസ്റ്റ്, അവസാന ലിസ്റ്റ് ഇപ്പോഴും പുറത്തു വരുന്നില്ല. അപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രയോറിറ്റി ഈ പുറത്താക്കപ്പെട്ട ആളുകളെ ഉള്ളിലേക്ക് ചേർക്കാം. മറ്റേ ലിസ്റ്റ് സംബന്ധിച്ച അവ്യക്തതയും സമീപനങ്ങൾ സംബന്ധിച്ച പ്രോജക്റ്റുകൾ സംബന്ധിച്ച അവ്യക്തതയും തുടങ്ങാത്തതും ചെയ്തത് പാതി വഴിയിലിട്ടതും ലിസ്റ്റ് അടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് UDF-നുണ്ടാവും. അതൊക്കെ നിലപാടെന്ന് പറഞ്ഞാൽ പരിഹരിക്കുന്ന അതിൻ്റെ അർത്ഥം. ഞങ്ങൾ പറഞ്ഞല്ലോ, ദുരന്തത്തിൽ 2 പാർട്ടാണ്. ഡയറക്റ്റായിട്ട് ദുരന്തബാധിതർ, ഇൻഡയറക്റ്റായിട്ട് ദുരന്തബാധിതർ, രണ്ടുമുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ദുരന്തത്തെ ബാധിച്ച ഒരാളെപ്പോലും ഇവർ അഡ്രസ്സ് ചെയ്ത് ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ അഡ്രസ്സും ഉണ്ടാവും, അതും ഉണ്ടാവും. അത് ഏതൊക്കെ തലത്തിൽ ചെയ്യണമെന്ന് പറയേണ്ടത് ഇപ്പോഴല്ല, ഞാനല്ല. അതിൻ്റെതായിരിക്കുന്ന ഇടപെടലുകൾ കൃത്യതയോടുകൂടി നടത്തും. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാവും. പറഞ്ഞാൽ കേൾക്കാത്ത ഗവൺമെൻറ് ആയിരിക്കില്ല UDF. ദുരന്തബാധിതരും പൊതുസമൂഹവും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ആയിരിക്കും കേരളത്തിൽ. ബത്തേരി IC ബാലകൃഷ്ണൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം, അവിടുത്തെ UDF-ൻ്റെ അരക്കെട്ട ഒന്നിച്ചുള്ള പ്രയാണം, പ്ലസ് അതിൻ്റെ കൂടെ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ബത്തേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് നടത്തിയ ജനകീയമായ മുന്നേറ്റം UDF-ൻ്റെ നല്ല വോട്ടിന് അവിടെ ജയിക്കും. മറ്റൊന്ന് മാനന്തവാടിയാണ്. മാനന്തവാടി ഞങ്ങളെപ്പോഴും തോൽക്കുന്നത് ഞങ്ങളുടെ പ്രശ്നം, കോൺഗ്രസിൻ്റെ പ്രശ്നം. ഞങ്ങളത് തുറന്നു പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ചില പ്രയാസകരമായ സാഹചര്യങ്ങളാണ് അതിനൊക്കെ കാരണമായിട്ടുള്ളത്.
ഇത്തവണ അതിൻ്റെ ഒരു പ്രയാസമില്ല. ഒറ്റക്കെട്ട എണ്ണയിട്ട യന്ത്രം പോലെ UDFൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടന്നു. അതിൻ്റെ റിസൾട്ട് നാളെ ഉണ്ടാവുകയും ചെയ്യും. നല്ല വോട്ടിന് മാനന്തവാടി ജയിക്കും.